ലോകം കണ്ട ഇത്രയും വലിയ ക്രൂരനായ ഒരു തട്ടിപ്പുകാരനെ തൊടുപുഴയ്ക്ക് ജന്മം നൽകേണ്ടി വന്നു എന്നുള്ളത് അപമാനകരമായി കാണുവാൻ, അതിന്റെ ദുഃഖം പേരിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ബഹുമാനായിട്ടുള്ള സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വനിതകളായിട്ടുള്ള ഈ തട്ടിപ്പിന് അകപ്പെട്ട എന്റെ സഹോദരന്മാരെ, ഞാൻ ദീർഘമായി സംസാരിക്കുവാൻ ഈ സമയത്ത് വിനിയോഗിക്കുന്നില്ല. ഇവിടെ സംസാരിക്കാൻ ശ്രീമതി പ്രമീളയെ വിളിച്ചപ്പോ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം സർക്കാർ സംവിധാനത്തില് വനിതാ കമ്മീഷന്റെ മെമ്പറായിരുന്ന ശ്രീമതി പ്രമീള എന്ന് പറയുന്ന ഒരു അധ്യാപിക, അവരുടെ ഒരു സഹയാത്രികനായിട്ടാണ് ഞാൻ ഈ തട്ടിപ്പുകാരനെ വനിതാ കമ്മീഷൻ സിറ്റിംഗ് തൊടുപുഴ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ഇടങ്ങളിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ശ്രീമതി പ്രമീളയെ വിളിച്ചപ്പോൾ ഇതാരാണ് എന്ന ആകാംക്ഷയോടുകൂടി ഞാൻ സ്ത്രീകളുടെ ഇടയിലേക്ക് നോക്കിയുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ തടിച്ചു നിൽക്കുന്ന സ്ത്രീകളുടെ കഴുത്തുകളിലും കാതുകളിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായി. മറ്റ് ചുവയൊന്നും ഇല്ലാതെ നോക്കുന്നതിന് നിയമ തടസ്സമില്ല എന്നിരിക്കെ ഞാൻ അങ്ങനെ സാഹചര്യങ്ങളെ വീക്ഷിക്കുകയുണ്ടായി. പകുതിയോളം ആളുകളുടെ കാതുകളിലും കഴുത്തുകളിലും ചെറിയ നേർത്ത മാല എന്നുള്ളതിലുപരിയായി കല്യാണ സമയത്ത് കെട്ടിയോനോ വീട്ടുകാരോ മേടിച്ചെന്ന ജിമിക്കി കമ്മല് ചില പെൺകുട്ടികളുടെ കാതുകളിൽ കാണുവാനിടയായി. അതായത് കാലത്തിന്റെ മാറ്റത്തിൽ ആ പഴയ മോഡൽ പോലും മാറ്റുവാൻ സാഹചര്യമില്ലാത്ത പാവപ്പെട്ട സ്ത്രീകളാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നതെന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ തയ്യാറായത്. വാരാപ്പുഴയിൽ നിന്നാണ് ഈ സഹോദരി ഉൾപ്പെടെയുള്ളവർ കടന്നു വരുന്നത്. എത്രയോ ദീർഘയാത്ര ചെയ്തിട്ടാണ് അവർ ഇവിടെ കടന്നു വന്നത്. ഒരു രോഗത്തിന് പ്രഗത്ഭനായ ഡോക്ടറെ കാണുവാൻ വന്നതല്ല, ജോലി ചെയ്യുവാൻ വന്നതല്ല. ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഇന്നേ ദിനം ഇതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഈ തട്ടിപ്പുകാരനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്ന ഈ തട്ടിപ്പുകാരനിൽ നിന്ന് തങ്ങളുടെ പണം അപഹരിച്ച ഇവരിൽ നിന്ന് മുതൽക്കൂട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനാധിപത്യപരമായ ഒരു സമരത്തിന്റെ കൂട്ടാളിയാകുവാൻ ഇവർ എത്തിച്ചേർന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് യാഥാർത്ഥ്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. കേരളം നിരവധിയായ തട്ടിപ്പുകൾക്ക് ഇടമായിട്ടുള്ള ഒരു ദേശമാണ്. സാക്ഷരതയിൽ മുൻപന്തിയിലാണ്. വൈജ്ഞാനിക രംഗത്തെല്ലാം നിരവധി ഘട്ടങ്ങളെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ തട്ടിപ്പുകളിൽ കേരളം എന്നും അകപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അവിടെയെല്ലാം ആട് മാഞ്ചിയം അടക്കം റോബിന്റെ തട്ടിപ്പടക്കമുള്ള നിരവധി തട്ടിപ്പുകൾക്ക് ഇടം കൊടുത്തിട്ടുള്ള ടോട്ടൽ ഫോർ യു അടക്കം പത്രത്താളുകൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതെങ്കിലും ലോകം കണ്ട ഇത്രയും വലിയ ക്രൂരനായ ഒരു തട്ടിപ്പുകാരനെ തൊടുപുഴയ്ക്ക് ജന്മം നൽകേണ്ടി വന്നു എന്നുള്ളത് അപമാനകരമായി കാണുവാൻ, അതിന്റെ ദുഃഖം പേരിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. 231 കോടി റുപ്പിയുടെ തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, വാർത്താ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. 31,000 പേർക്ക് കയ്യിൽ നിന്നായിട്ട് 2 വീലർ ലാപ്ടോപ്പ് അടക്കമുള്ള സാമഗ്രികൾ നൽകാമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് പണം വാങ്ങി സീഡ് എന്ന് പറയുന്ന സൊസൈറ്റി രജിസ്റ്റർ ചെയ്തുകൊണ്ട്, അതും ജില്ലാ രജിസ്ട്രാറിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന സാധാരണ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തുകൊണ്ട് വിശ്വാസ്യതയെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരെയും ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരെയും ആശാവർക്കർമാരെയും കുടുംബശ്രീ പ്രവർത്തകരെയും അതിന്റെ ഭാരവാഹികളാക്കി വെച്ചുകൊണ്ട് അതിന്റെ മറവിൽ നടത്തിയിട്ടുള്ള തീവെട്ടി കൊള്ളയാണിത്. ആ സൊസൈറ്റി വഴിയല്ല ഇതിന്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. കേവലമായ ബുക്കിംഗ് പൈസ ഒഴിച്ച് ബാക്കിയുള്ള പണം ഈ തെമ്മാടിയുടെ അക്കൗണ്ടിലേക്ക് ഫെഡറൽ ബാങ്കിലേക്കാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടെ സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കുവാൻ റിട്രീവ് ചെയ്യുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം സുഗമമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ റോബിനുമായി ബന്ധപ്പെട്ട് തൊടുപുഴ തട്ടിപ്പ് നടത്തിയപ്പോൾ പണത്തിന്റെ ട്രാൻസാക്ഷൻ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ട് പല കക്ഷികളുടെയും കേസുകൾ ഇൻക്ലൂഡ് ചെയ്യുവാൻ സാധിച്ചില്ല. പക്ഷേ ഇത് വ്യത്യസ്തമായ ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ തരത്തിലുള്ള തട്ടിപ്പുകാർ ഒരു യുഗം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് ആഡംബര വസതികൾ ബിനാമികളുടെ പേർക്ക് വെച്ച് സുഖലോലുപതയോടുകൂടി കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ആമുഖമായി സൂചിപ്പിച്ച റോബിൻ ഇന്ന് മേലുകാവിൽ നല്ല തിരക്കുള്ള ഒരു ചിക്കൻ സെന്റർ നടത്തി ഭാര്യയും കുഞ്ഞുങ്ങളുമായി ജീവിക്കുക. ഈ തട്ടിപ്പ് നടത്തി ആന്ധ്രയിലെ നെല്ലൂരിലേക്ക് പോയി 1.5 വർഷങ്ങൾ അവർ കടന്ന്
അവിടെ കഴിഞ്ഞതിന് ശേഷം ബന്ധപ്പെട്ട വക്കീൽ വഴി കേസിന്റെ ദിനങ്ങൾ മാറ്റിവെച്ച് അവസാന ഘട്ടത്തിൽ ഹാജരായി കുറച്ചു ദിനം ജയിലിൽ കിടന്ന് അദ്ദേഹം ജന്മനാട്ടിൽ തിരിച്ചു വന്ന് ഇന്ന് മേലുകാവിൽ ഒരു ചിക്കൻ സെന്റർ നടത്തി സുഖലോലുപതയോടുകൂടി കഴിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക, ഈ തട്ടിപ്പ് വീരനുമായി ഞാൻ സംസാരിച്ചിട്ടുള്ളയാളാണ്. തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിൽ അനുബന്ധ സാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞത് നിമിത്തം അവിടെ ഡയാലിസിസ് മുടങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സമരത്തിന്റെ ഘട്ടവുമായി ഞാൻ ചെന്നു. ഏഷ്യാനെറ്റ് അടക്കമുള്ള മാതൃഭൂമി അടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് കണ്ട് ഡൽഹിയിൽ നിന്ന് ഈ മാന്യ സ്നേഹിതൻ എന്നെ രാത്രിയിൽ 9 മണി കഴിഞ്ഞപ്പോൾ വിളിച്ചു. ചേട്ടാ, ഞാൻ അനന്തുവാണ് എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല ആരാണ് എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ ചേട്ടന്റെ ബിസിനസ് സ്ഥാപനത്തിന് മുകളിൽ ടൗൺ ഹാളിൽ സ്ഥിരമായി വനിതാ കമ്മീഷന്റെ മെമ്പർ ടീച്ചറിന്റെ കൂടെ വരുന്ന അനന്തുവാണ് എന്ന് എനിക്ക് പറയുകയുണ്ടായി. എന്താ മോനെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ സായി ട്രസ്റ്റ് ആണ് ഇവിടെ അനുബന്ധമായ സാധനങ്ങൾ ലഭ്യമാക്കുന്നത്. ചില ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നതുകൊണ്ടാണ് ഉടൻ തന്നെ അവിടെ ഡയാലിസിസ് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അത് പൂർത്തീകരിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാനന്ന് മനസ്സിൽ ആലോചിച്ചു, ഈ പയ്യൻ എത്രയോ ഉയരങ്ങളിലേക്ക് പോയി, എത്രയോ കാരുണ്യ വർഷം നൽകുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലറിയാതെ തന്നെ ഇവനെ കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പോയി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിൽ നിന്ന് കാലം ഇവനെ തിരിച്ചറിയുന്ന ഗതികളിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ ജനപ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിൽ സ്കൂട്ടറും ലാപ്ടോപ്പും വിതരണം ചെയ്യുന്നതിന് കേരളത്തിൽ വിവിധ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ തിരസ്കരിച്ചും ഇല്ല എന്ന് പറഞ്ഞും ഇവിടെ നിന്ന് സംസാരിക്കാൻ മാനസികവും ധാർമ്മികവുമായ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ തയ്യാറല്ല. പക്ഷേ അവരെയും കബളിപ്പിച്ച കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മറ്റു ചിലർ ഇതറിഞ്ഞുകൊണ്ടുപോയതും ഇതിന്റെ കൂട്ടാളികളുമാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഈ അനന്തു കൃഷ്ണന് ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ക്യാബിനറ്റ് മിനിസ്റ്റർമാരുടെ പ്രിയമിന്റെ ഓഫീസ് അടക്കം ഗ്രീൻ ചാനലിലൂടെ കടന്നു ചെന്ന് കാര്യങ്ങൾ ഇടപെടുന്നതിനും സാഹചര്യം സൃഷ്ടിച്ചത് അനന്തഗോപൻ എന്ന് പറയുന്ന സായി ട്രസ്റ്റിന്റെ ചെയർമാനാണ്. അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഉള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടക്കം വിദേശ വിനിമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസുകളെല്ലാം അടക്കം കയറി ഇറങ്ങുന്നതിനും അതിന്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോഗ്രാഫുകളെല്ലാം ജനങ്ങളുടെ പക്ഷം കടന്നു വന്നതാണ്, നമ്മൾ കണ്ടതാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. പാവപ്പെട്ട പ്രിയപ്പെട്ട ഈ സ്ത്രീകൾ ഇവർക്ക് ദൃശ്യമായ കാര്യങ്ങൾക്കപ്പുറമായിട്ട് അകക്കാമ്പോട് കൂടിയിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നതിന് ഒരുപക്ഷെ ഗൃഹസ്ഥകളായി ഇവർക്ക് സാധിക്കില്ലായിരിക്കും. അതിന്റെ പശ്ചാത്തലത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ തെമ്മറി ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്ത് സൂചിപ്പിക്കാൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം, ആ അന്വേഷണത്തെ പാതി വഴിയിൽ ഇട്ടുപോകുവാനുള്ള ശ്രമങ്ങളുണ്ടെങ്കിൽ പ്രിയപ്പെട്ട എനിക്ക് പിന്നിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, സഹോദരിമാര്, നിങ്ങളിൽ പലരും തന്നെ ഇതിൽ പങ്കാളികളാണ്, അല്ലെങ്കിൽ ഇതിൽ ഇരകളാണ് എന്നുള്ള യാഥാർത്ഥ്യം എനിക്കറിയാൻ സാധിക്കും. നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, സിവിൽ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾക്കെല്ലാം സർക്കാർ ശമ്പളമുണ്ട് എന്നുള്ളതുകൊണ്ട് ജീവിതം വഴിമുട്ടിയ സാഹചര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട സ്ത്രീകൾ അവർ കടം മേടിച്ചും വിലയെടുത്തും പലിശ കൊടുത്തും താലിമാല പണയം വെച്ചു കൊടുത്ത ഈ പണം ഇത് തിരികെ കിട്ടേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ദ്രുതഗതിയിൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകണം. നിരവധിയായ തെളിവുകൾ ശേഖരിക്കുവാനുണ്ട്. പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകുമ്പോൾ ഞാൻ സർക്കാരിനോടായി അഭ്യർത്ഥിക്കുന്നു, ഈ വിഷയം 40,000 പേര് ഇരകളായിട്ടുള്ള കേസാണെങ്കിൽ ഈ കേരള സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിക്കുവാൻ തയ്യാറാകണം. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിച്ചുകൊണ്ട് ജില്ലകളിൽ അവരെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് പ്രോസിക്യൂട്ടർമാരെ സഹായികളായി വെക്കുന്നതിനും ഈ കേരള ഗവൺമെന്റ് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ലൂപ്പ് പോയിന്റ്സ് എല്ലാം അടച്ചുകൊണ്ട് ചാർജ് ഷീറ്റ് വെരിഫൈ ചെയ്ത് വേണം കൊടുക്കുവാൻ. ഇല്ലെങ്കിൽ വെറും ചീറ്റിംഗ് ഓഫൻസായി കേസ് നിലനിൽക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ആശാവഹമായിട്ടുള്ള കാര്യം ബക്സ് ആക്ട് ഈ കേസിൽ പെടുത്തിയിട്ടുണ്ട്. ബക്സ് ആക്ട് പ്രകാരമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ആശാവഹമാണ് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ അനന്തു കൃഷ്ണൻ ജയിലിൽ ഓരോ കേസുകളുമായി ബന്ധപ്പെട്ട് കോടതികളിൽ വരുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ ജാമ്യം ലഭ്യമാകുന്ന സീരിയസ് കേസസ് നമ്മുടെ മുന്നിൽ നിൽക്കുക.
അങ്ങനെയാണ് മൂവാറ്റുപുഴയിൽ ഒരു കേസിലും ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. സമാന സ്വഭാവമുള്ള ഈ കേസുകളെ ക്രോഡീകരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ 40,000 വരുന്ന ഭരണത്തിലേർപ്പെട്ട ഗൃഹസ്ഥകളായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുന്നതിന് ഈ നാട്ടിൽ ഭരിക്കുന്നതും ഈ നാട്ടിൽ പ്രതിപക്ഷത്തിരിക്കുന്നതും ഈ നാട്ടിൽ സേവനം ചെയ്യുന്ന പൊതുരംഗത്തുള്ളവരുമായ മുഴുവൻ ആളുകളുടെയും ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ആ കൺസോൾട്ടേഷനിൽ എനിക്ക് പിന്നിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ധാർമ്മികതയുടെ പേരിൽ നിങ്ങളും അണിചേരണമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഈ സമര പോരാട്ടങ്ങൾക്ക് ആദ്യം നിങ്ങൾ കൂടിയ പ്രൈവറ്റ് സ്റ്റാൻഡിലെ സമരം, അതിൽ ഞാൻ ഒരു കാഴ്ചക്കാരനായിരുന്നു. ഞാൻ ആ വശത്ത് തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളോട് പങ്കാളിത്തം ഈ വിഷയത്തിൽ എന്റെ മാനസിക ധാർമ്മികമായ ഐക്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ മൈതാനത്ത് വന്ന ഒരാളാണ് ഞാൻ. നിരന്തരമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ വീക്ഷിക്കുന്ന ഒരാളാണ്. പാർട്ടിയോ നിറമോ മതമോ ജാതിയോ വർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഈ വിഷയത്തിലെ ജെനുവിൻ കേസ് എന്നുള്ള നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.